ഫ്രണ്ട്സ്, ആച്ചൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ റിങ്സ്. അത് നമുക്ക് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്കിത് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം. അപ്പം ഞാൻ സവാള നമുക്കിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ബാലൻസ് ഉള്ള പോർഷൻ നമുക്കത് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ റൗണ്ടായിട്ടിരിക്കുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇത് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ഒനിയൻ എന്തോരുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അളവില്ല, അത് മുങ്ങാനുള്ളത് വേണം. അപ്പം ഞാൻ 2 ടീസ്പൂണിന് 2 ടീസ്പൂണ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ 1 ടീസ്പൂണ് നിറച്ചെടുത്തിട്ടില്ല, വടിച്ചോണാണ് എടുത്തേക്കുന്നത്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു കോൺഫ്ലവർ എടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമുക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒനിയൻ ഇതിനകത്തേക്ക് ഇട്ട് മുക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് നമ്മുടെ ഇത് റസ്ക് പൊടിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, റസ്ക് പൊടിച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിച്ച് എടുത്തു വെച്ചാൽ നമുക്ക് ഒന്നിച്ച് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് മുക്കിയെടുക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ റെഡിയാക്കി എടുത്തു. നമുക്കിനിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും വറുത്തെടുക്കാം. തീ സ്വല്പം കുറച്ച് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ എന്നിട്ടിത് ശരിക്കും 2 വശം മൊരിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വയ്ക്കാം. നമ്മുടെ ഒനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താൽ മതി. എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.